ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സബ്ജക്ട് ഫിസിക്സ്. ഫിസിക്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ആദ്യം ഡയഗ്രം മനസ്സിലാക്കുക. ഡയഗ്രം ആദ്യം നന്നായി വരയ്ക്കുക. 3 കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഓരോ കപ്പാസിറ്ററിനും ചാർജ് കാണിച്ചിട്ടുണ്ട്, പ്ലസ് ക്യൂ, മൈനസ് ക്യൂ. അതുപോലെ തന്നെ ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V1, V2, V3 കാണിച്ചിട്ടുണ്ട്. കൺസിഡർ 3 capacitors of capacitance C1, C2 and C3 connected in series across a potential difference of V volt. Let each capacitor receive a charge of magnitude Q on each of its plates. Potential difference across each capacitor is given by ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1, V2, V3 ആണെന്ന് പറഞ്ഞു. കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതാം V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. V1 എന്ന് പറഞ്ഞാൽ എന്താ? V ഈക്വൽ ടു Q ബൈ C. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ എന്താ? Q ബൈ C1. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താ? എത്രയാണ്? C1. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? C2. മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C3. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ Q ബൈ C1, V2 എന്ന് പറഞ്ഞാൽ Q ബൈ C2, V3 ഈക്വൽ ടു Q ബൈ C3. കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V എന്ന് പറഞ്ഞാൽ എന്താണ്? Q ബൈ C. V ഈക്വൽ ടു Q ബൈ C. Q ബൈ CS എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി സീരീസ് കോമ്പിനേഷൻ. ഡെസ് എന്ന് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. Q ബൈ C ഈക്വൽ ടു V1 പകരം Q ബൈ C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് V2 പകരം Q ബൈ C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V3 പകരം Q ബൈ C3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോമൺ എന്താണ് ഇതിൽ? Qനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ C ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. When any number of capacitors are connected in series, the reciprocal of the equivalent capacitance equals sum of the reciprocals of the individual capacitances. അപ്പോൾ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞാല് ഇക്വാലന്റ് കപ്പാസിറ്റൻസ്, അതായത് റെസിപ്രോക്കൽ ഓഫ് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഈക്വൽ ടു സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. അപ്പോൾ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എന്താ ഫോർമുല? 1 ബൈ C ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇതിൽ Vക്ക് പകരം Q ബൈ C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Q ബൈ C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ V1 പകരോ Q ബൈ C1, V2 പകരം Q ബൈ C2, V3 പകരം Q ബൈ C3. അപ്പോൾ ചാർജ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ കോമൺ ടേം ഇക്വേഷൻ രണ്ട് ഭാഗത്തുള്ള കോമൺ ആയിട്ടുള്ള ടേം ഏതാ? Q ക്യാൻസൽ ചെയ്തപ്പോൾ എന്ത് വന്നു? 1 ബൈ C ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണ്? വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് 1 ബൈ C ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. 3 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സെക്കൻഡ് വൺ, കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ Q1, Q2, Q3. അപ്പോൾ ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെന്താണ് നമുക്ക് അറിയേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. 3 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. ഡയഗ്രാം ആദ്യം വരയ്ക്കുക, ഇനി നമുക്ക് നോക്കാം. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. Consider 3 capacitors of capacitances C1, C2 and C3 connected in parallel. 3 കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് പാരലൽ ആയിട്ട്. The parallel combination is connected across a potential difference of V volt. The potential difference across each capacitor is same. കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. The charges Q1, Q2, Q3 on the 3 capacitors will be different. Charge different ആയിരിക്കും. Q equal to Q1 plus Q2 plus Q3. If Cp is the equivalent capacitance of the combination. അപ്പോൾ Qന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? Q equal to CV. Q equal to CV. Q1 പകരം
എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? C1V. Q2 പകരോ C2V. Q3 പകരം C3V. കാരണം എന്താ V എന്ന് കൊടുക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പൊ Qന് പകരം CV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q1 പകരം C1V. Q2 പകരം C2V. Q3 പകരം C3V. ഇനി കോമൺ ടേം എന്താണ്? V ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് വരും? C = C1 + C2 + C3. അപ്പോ കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ എന്താണ്? C = C1 + C2 + C3 എന്ന് കിട്ടി. Thus, when any number of capacitors are connected in parallel, the equivalent capacitance equals sum of the individual capacitances. ഇപ്പോൾ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും, ചാർജ് സെയിം ആയിരിക്കും. കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. വെൻ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്താണ്? 1/C = 1/C1 + 1/C2 + 1/C3. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ C = C1 + C2 + C3. നെക്സ്റ്റ്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. Consider a capacitor of a capacitance C. Let Q be the initial charge on the capacitor plates when the potential difference across the plates is V volt. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ പ്രോബ്ലം ചെയ്യാനും നമുക്ക് ഇത് വരും. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിന്റെ ഇനീഷ്യൽ ചാർജ് Q ആണെന്ന് വിചാരിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു അറ്റ് എനി ഇൻസ്റ്റന്റ് അതിന്റെ ഇനീഷ്യൽ ചാർജ് Q ആണ്, പിന്നെ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. Q = CV. നമുക്കറിയാം Q = CV ആണെന്നറിയാം. V ആണെങ്കിലോ Q/C. V = Q/C. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്ററിന് ചാർജ് Q ആയിരുന്നു, അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ചാർജ് കൊണ്ടുവരാണ്, ഒരു അഡീഷണൽ ചാർജ് കൂടിയും കൊണ്ടുവരാണ്. അപ്പോൾ ചെയ്യുന്ന വർക്ക് എന്താണ്? അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞ? ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്ററിൽ ചാർജ് Q ആണ്, അതിലേക്ക് ഒരു ചെറിയ ചാർജ് അഡീഷണൽ ചാർജ് ആയിട്ടുള്ള DQ കൊണ്ടുവരണമെങ്കിൽ വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ? V = W/Q. V = W/Q. എന്താ V? പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നൊക്കെ നമ്മൾ പഠിച്ചു. V = it is a work done in bringing unit positive charge from infinity to a given point എന്ന് പഠിച്ചു. അപ്പോൾ V എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ ഗിവൺ പോയിന്റ്. അപ്പോൾ V എന്ന് പറയുന്നത് എന്താ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? W/Q. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ W/Q. അപ്പൊ W എന്ന് പറഞ്ഞാൽ എന്താ? VQ അല്ലേ? W എന്ന് പറഞ്ഞാൽ VQ. അപ്പൊ നമ്മുടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്ററിന്റെ ചാർജ് Q ആണ്, അതിലേക്ക് ഒരു ചെറിയൊരു ചാർജ് കൂടിയും ട്രാൻസ്ഫർ ചെയ്യണം. To transfer an additional charge DQ to the plate, work done is given by W = ചെറിയൊരു ചാർജ് ആണ്, നമ്മൾ ചെറിയൊരു DQ എന്ന് പറഞ്ഞ ചാർജ് ആണ് ഈ കപ്പാസിറ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്ക് ചെയ്യണം. വർക്ക് എന്ന് പറയുന്നത് W = V × Q ആണെന്ന് മനസ്സിലായി. ചെറിയൊരു ചാർജ് dW = VdQ. dW = VdQ. അപ്പൊ dW = VdQ = V ഓൾറെഡി നമുക്കറിയാം എന്താ? Q/C. Q/C DQ. Vക്ക് പകരം Q/C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, DQ. Therefore, total work done in transferring charge Q is given by W = 0യിൽ നിന്ന് Qയിലേക്കാണ് ചാർജ് എത്തിക്കേണ്ടത്. 0യിൽ നിന്ന് Qയിലേക്കാണ് ചാർജ് എത്തിക്കേണ്ടത്. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. W = ഇന്റഗ്രൽ 0 to Q VdQ. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ 0 to Q. നമ്മൾ Vക്ക് പകരം Q/C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, Q/C DQ. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ C എന്ന് പറയുന്നത് ഔട്ട് സൈഡ് എടുത്തു, 1/C ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ 1/C ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് Qവിനെയാണ്. Qനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ? Xനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ? X²/2. അതുപോലെ Qനെ DQ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ അതായത് Xനെ DX വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്താ വരിക? X²/2.
ക്യൂവിനെ ഡി ക്യൂ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. ക്യൂവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ക്യൂ സ്ക്വയർ ബൈ 2. ലിമിറ്റ്സ് ഇട്ട് കൊടുക്കുക 0 to q. ലിമിറ്റ് എന്താ? 0 to q. ഇത് നമ്മൾ 2 ഔട്ട് സൈഡ് എടുക്കുക. അതായത് ഇതിൽ എങ്ങനെയാണ് വരേണ്ടത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ക്യൂവിന്റെ അവിടെ സ്മോൾ ലെറ്റർ ക്യൂവിന്റെ അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഇട്ട് കൊടുക്കുക. ക്യൂ സ്ക്വയർ ബൈ 2 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് 0 ആണ് പിന്നെ ഇട്ടെടുക്കുന്നത്. 0 സ്ക്വയർ ബൈ 2 അപ്പോൾ 0 ആയി പോയി. അപ്പൊ എന്താ വന്നത്? 1 ബൈ സി എന്ന് ഇവിടെ ഔട്ട് സൈഡ് ഉണ്ട്, അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു. അപ്പൊ എന്താ വരിക? ക്യൂ സ്ക്വയർ ബൈ 2 എന്ന് വന്നു. അതായത് ക്യൂ സ്ക്വയർ ബൈ 2c. 1 ബൈ 2 ക്യൂ സ്ക്വയർ ബൈ c അല്ലേ? അപ്പൊ ഇവിടെ ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? വി എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ക്യൂ ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് ഡബ്ല്യു ബൈ ക്യൂ ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് വി ഇൻറ്റു ക്യൂ ആണ്. ഇപ്പൊ നമ്മളൊരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ചാർജ് ക്യൂ ആയിരുന്നു. അതിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ചാർജ് ഡി ക്യൂ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഡി ഡബ്ല്യു ചെറിയൊരു വർക്കാണ് ചെയ്യേണ്ടത്. ഡി ഡബ്ല്യു ഈക്വൽ ടു വി ഡി ക്യൂ. വിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ക്യൂ ബൈ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യൂ ബൈ സി ഡി ക്യൂ. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് ഇന്റഗ്രൽ 0 to q, 0യിൽ നിന്ന് ക്യൂവിലേക്കാണ് മാറ്റേണ്ടത്. ചാർജ് 0യിൽ നിന്ന് ക്യൂവിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ വി ഡി ക്യൂ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ക്യൂ ബൈ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 1 ബൈ സി എന്നുള്ളത് ഔട്ട് സൈഡ് എടുക്കുക. 1 ബൈ സി ഇൻറ്റു ക്യൂവിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ക്യൂവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? ക്യൂ സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ്സ് 0 to q. ഇനി ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ഇതാണ്. ഈ ക്യൂവിന്റെ പ്ലേസിൽ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്യൂ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. അപ്പൊ 1 ബൈ എന്ത് വന്നു ഇവിടെ? ക്യൂ സ്ക്വയർ ബൈ 2c എന്ന് വന്നു. അത് തന്നെയാണ് എന്ത്? 1 ബൈ 2 ക്യൂ സ്ക്വയർ ബൈ c. ഈ വർക്ക് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി കപ്പാസിറ്റർ. അപ്പൊ യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. ഇനി അതേപോലെ തന്നെ അപ്പൊ നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഫസ്റ്റ് ഫോർമുലയായി എന്താ? യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. അതേപോലെ നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞാൽ സി വി ആണെന്നറിയാം. ക്യൂ എന്ന് പറഞ്ഞാൽ സി വി ആണെന്നറിയാം. ക്യൂവിന് പകരം സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ക്യൂ സ്ക്വയർ എന്നല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ക്യൂവിന് പകരം സി വി, സി സ്ക്വയർ വി സ്ക്വയർ ബൈ 2c. അപ്പൊ എന്ത് വരും? ഒരു സിയും ഈ സിയും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഹാഫ് സി വി സ്ക്വയർ എന്ന് കിട്ടും. 1 ബൈ 2 സി വി സ്ക്വയർ. ഒരു സി ഈ സി ആയിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? യു ഈക്വൽ ടു 1 ബൈ 2 സി വി സ്ക്വയർ. യു ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. നമുക്ക് അതുപോലെ അറിയാം സി വി എന്ന് പറഞ്ഞാൽ ക്യൂ ആണെന്ന് നമുക്കറിയാം. വി ഈക്വൽ ടു ക്യൂ ബൈ സി ആണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സി വി അല്ലേ? അപ്പൊ ക്യൂ ഈക്വൽ ടു സി വി ആണെന്ന് നമുക്കറിയാം. സി വി ഈക്വൽ ടു ക്യൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി ഈക്വൽ ടു 1 ബൈ 2 സി വിക്ക് പകരം ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ ഇനി ബാക്കി ഒരു വി ഇവിടെ ഇല്ലേ? സി വിക്ക് പകരമാണ് ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ബാക്കി ഒരു വിയും കൂടി ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അതും കൂടി എഴുതാം. യു ഈക്വൽ ടു 1 ബൈ 2 ക്യൂ വി. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എത്ര ഫോർമുലാസ് ഉണ്ട്? 3 ഫോർമുലാസ് ഉണ്ട്. യു ഈക്വൽ ടു 1 ബൈ 2 സി വി സ്ക്വയർ, യു ഈക്വൽ ടു 1 ബൈ 2 ക്യൂ വി, യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്, കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ, താങ്ക് യു.